ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി കേട്ടോ എണീറ്റിട്ട്. എന്നിട്ട് ഈ പുറത്തോട്ട് വാതിൽ തുറന്നിറങ്ങിയത് ഇപ്പോഴാണ്. കാര്യം മക്കൾക്ക് പരീക്ഷയാണെന്ന് ഞാൻ 2-3 ദിവസം തൊട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ രാവിലെ വിളിച്ചുണർത്തി അവിടെയൊക്കെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടും കുറച്ച് നേരം ഞാനവിടെ ഫോണൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. എന്നിട്ട് ഒരു ഇളയാൾക്ക് 10 മണിക്കാണ്, മൂത്താൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷേ മോനും 10 മണിക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട്ട് പോയാൽ മതി. അപ്പോൾ സമാധാനത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ പോരെ. അങ്ങനെ പിന്നെ ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം ചോറൊക്കെ ഇങ്ങെടുത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. പിന്നെ മീൻ കറി ഞാൻ പറഞ്ഞില്ല, അയില വാങ്ങിച്ചത് 2-3 ദിവസം ഓടും കേട്ടോ. ഈ ലെവൽ പോയാൽ 2-3 ദിവസമല്ല, കുറച്ചും കൂടെ ഓടുമെന്ന് തോന്നുന്നു. കാര്യം മീൻ അധികം കഴിച്ചിട്ടില്ല. കഷ്ണം കഴിച്ചു, ചാറ് അധികം വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനും എല്ലാം ഒന്ന് ചൂടാക്കി നല്ലതാക്കി പറ്റിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അധികം ചീത്തയാവത്തൊന്നുമില്ല കേട്ടോ. രാവിലെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ വൈകുന്നേരം ആയാലും കേട് വരത്തില്ല, പച്ചക്കറികളൊക്കെ എന്താണെങ്കിലും. അങ്ങനെ അതെല്ലാം എടുത്ത് ചൂടാക്കാനൊക്കെ വെച്ചതിന് ശേഷം ഞാൻ തലേ ദിവസം പോയി പച്ചക്കറി വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ബീൻസ് ഇരുന്നു. അപ്പോൾ അതെടുത്തൊന്ന് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചേ. എനിക്ക് മെഴുക്ക് പുരട്ടി ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, പയർ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് വെണ്ടയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പം അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഏറ്റവും ഗുണമുള്ള സാധനം വെണ്ടയ്ക്ക എന്നാണ് പറയുന്നത്. അതാണ് ഗുണമുള്ള സാധനം. മക്കൾക്ക് ഇഷ്ടമാണ് എങ്കിലും എനിക്കത്ര അങ്ങോട്ട് ഇതല്ല കേട്ടോ. അങ്ങനെ അതെല്ലാം അങ്ങ് അരിഞ്ഞെടുത്തു. ഞാൻ വലുതായിട്ടല്ല കേട്ടോ അരിയുന്നത്, ചെറിയതായിട്ടാണ് അരിഞ്ഞത്. അങ്ങനെ അരിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം ആരോ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ബീൻസ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ചെറിയൊരു ചരിച്ച രീതിയിൽ അരിയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ അരിഞ്ഞ് മെഴുക്ക് പുരട്ടിയപ്പോൾ ഉണ്ടല്ലോ, അത് വേഗം വേവുകയും ചെയ്യും. നല്ലൊരു ആ ചോറിനകത്തൊക്കെ വയ്ക്കുമ്പോഴും നമ്മൾ എന്ത് സാധനവും ഈ അരിയലിനകത്തും ഇരിപ്പുണ്ടല്ലോ കാര്യം. അതായത് അവിയലിന് അരിയുന്ന രീതിയിലല്ലോ സാമ്പാറിന് അരിയുന്നത്. ആ കഷ്ണങ്ങൾക്ക് കട്ട് ചെയ്യുന്നതിനൊരു പ്രത്യേക രീതിയാണല്ലോ. അത് ഇതേ കണക്ക് അരിഞ്ഞപ്പോൾ വേഗം വേവുകയും ചെയ്യും. ആ ചോറിനകത്തും നമ്മൾ പാത്രത്തിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും കൂടെ ഉണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് ചരിച്ചങ്ങ് അരിയും കേട്ടോ. അങ്ങനെയൊക്കെ അരിഞ്ഞ് സവാളയൊക്കെ ഇട്ട്, പച്ചമുളക് ഇട്ടില്ല, പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി മുളക് കൂടി ഇട്ടാൽ മതി. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് വെച്ചാൽ വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് തീ പോലത്തെ വിലയാണെങ്കിലും അതാണ് വാങ്ങിക്കുന്നത്. മറ്റുള്ള ഓയിൽ പറ്റത്തില്ല ഇവിടെ, എനിക്ക് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു, എന്നിട്ട് കടുകിട്ടു, വറ്റൽമുളകിട്ടു, ഈ സാധനം എടുത്തങ്ങോട്ട് ഇട്ടു കേട്ടോ. മോൻ പഠിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് കൂടെ എൻ്റെ അടുത്ത് എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടെ അങ്ങോട്ട് ആ ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് ശ്രദ്ധിക്കുന്നത്. കാര്യം സ്കേറ്റിംഗ് ബോർഡിൽ നിന്നാണ് പഠിത്തം. എപ്പോഴാണ് തലയും കുത്തി വന്ന് വീഴുന്നതെന്ന് അറിയത്തില്ല. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്, പക്ഷെ അതൊന്നും കേൾക്കത്തില്ല. പറഞ്ഞാലൊന്നും വളരും തോറും അനുസരണ കുറഞ്ഞു വരുവാണോ എന്ന് തോന്നും. ചിലപ്പോൾ നല്ല കുട്ടികളായിട്ടിരിക്കും കേട്ടോ 2 പേരും. ചിലപ്പോൾ അതിലേറെ കുരുത്തക്കെട്ട് കാണിക്കും. ഇനിയിപ്പം 10 ദിവസം, 10 അല്ലാന്ന് തോന്നുന്നു, 12 ദിവസം ഉണ്ടോ ഇത്തവണ വെക്കേഷന്. എന്തായാലും എന്തോ ചെയ്യുമെന്ന് അറിയാൻ വയ്യ കേട്ടോ. 10-12 ദിവസം ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നതും കുറച്ച് കുറവായിരിക്കും. കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല. കാര്യം ഈ രാവിലെ ഈ മക്കളെ പറഞ്ഞു വിടുന്ന ആ ഒരു രീതി ആയതുകൊണ്ടാണ് അങ്ങ് കറക്റ്റായിട്ട് ആ വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നത്. മക്കൾ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ എണ്ണവും കുറയും, ലെങ്തും കുറയും, എല്ലാം കുറയും, എടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ വഴക്ക് പറയുന്നെങ്കിലും കരിവേപ്പില വേണമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ. മോൻ പോയി പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പാലും കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് അമ്മയെ ചായ ഇട്ടതാ. ചായയും കൂടെ കുടിച്ചുകൊണ്ടങ്ങ് പഠിക്കാം. പക്ഷെ കുറേ നേരം തൊട്ട് നമ്മൾ എണീറ്റിട്ട് അകത്തിരിക്കുകയാണ്. അപ്പോഴൊരു ചായ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. പാല് ഫ്രിഡ്ജിൽ തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും അപ്പോഴൊന്നും തോന്നിയില്ല. എനിക്കാണെങ്കിൽ രാവിലെ ചായ കുടിക്കേണ്ടതാണ്, എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല കേട്ടോ ചായ കുടിക്കാൻ. എന്നിട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ അങ്ങ് പറയുകയാണ് കാര്യങ്ങൾ. അപ്പം പറയാം പഴം തരാനെന്ന്. ഞാൻ പറഞ്ഞ് രാവിലെ ചായയൊക്കെ കുടിച്ച് കുറേ കഴിഞ്ഞിട്ട് പോരില്ല, ഞാൻ പല്ല് തേച്ചല്ലോ, എനിക്ക് പഴം തരാൻ. അങ്ങനെ ഞാനങ്ങ് തൊലിച്ചങ്ങ് കൊടുത്തോട്ടെ, വേണം അവിടെ പോയി തിന്നോട്ടെ, വിശക്കുന്നുണ്ടായിരിക്കും. അവൻ എല്ലാ കാര്യത്തിലും ഇച്ചിരി ഇതാണ്, വിശപ്പുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ചായ പറഞ്ഞതല്ലേ, അപ്പം മൂത്തവനും ഇരുന്ന് പറയുന്നു ചായ. അവനാണെങ്കിൽ ഇച്ചിരി കുടിക്കും കേട്ടോ ചായ. എന്നാലും അങ്ങ് ഇട്ടു. മക്കൾ പറയുമ്പം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിലും ഇപ്പം കാപ്പി കുടിക്കാൻ സമയമായി, അപ്പം പിന്നെ അങ്ങ് ഇടണമല്ലോ. തൊട്ടടുത്ത അടുപ്പിൽ ഇതിരിപ്പുണ്ട് കേട്ടോ. ബീൻസ് മെഴുക്ക് വരട്ടെ. ഇപ്പുറത്ത് ചായ അടുപ്പത്ത് വെച്ചു. അങ്ങനെ എന്നത്തെയും പോലെയുള്ള ജോലികളൊക്കെ ഇങ്ങ് ചെയ്തു കേട്ടോ. നിങ്ങളെല്ലാവരും തലേ ദിവസവും ഇരുന്ന് ആലോചിക്കാറുണ്ടോ ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന്? ഞാൻ ആലോചിക്കും കേട്ടോ. ഈ സ്കൂളിൽ പോകുന്ന, അതായത് ഇപ്പം പരീക്ഷ സമയമല്ല, അല്ലാത്ത സമയത്ത് ഞാൻ രാത്രി ഇരുന്ന് ആലോചിക്കും, നാളെ രാവിലെ ഇത്രയും സമയത്തിന് എണീറ്റ് കഴിഞ്ഞാൽ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും സമയം ചിലപ്പോൾ രാവിലേക്കുള്ള സമയം എന്ന് വെച്ചാലുണ്ടല്ലോ ഒരു 5 മിനിറ്റ് വെറുതെ നിർത്താൻ സമയം കാണത്തില്ല, അത്രയ്ക്ക് എല്ലാം കൃത്യമാണ്. 5 മിനിറ്റ് ലേറ്റായി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ തകിടം മറിയും കേട്ടോ. അങ്ങനെ ചായയൊക്കെ റെഡിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിച്ചു. ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇഞ്ചി ഇട്ടു, ഞാനത് കാണിച്ചോ എനിക്കറിയാൻ വയ്യ, ഞാൻ ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾക്ക് 2 പേർക്കും ചായ കൊടുത്തു. എനിക്ക് ഈ കട്ടൻ ചായ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, എല്ലാവരും പറയും കട്ടൻ ചായ കുടിക്കുന്നതല്ല, പക്ഷേ എനിക്ക് ഈ കട്ടൻ ചായ ഇഷ്ടമല്ല. എനിക്ക് ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കട്ടൻ ചായയൊക്കെ കിട്ടിയാൽ ഞാൻ കുടിക്കും. അല്ലാതെ എനിക്കിത് ഇഷ്ടമല്ല. പക്ഷെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴും പിന്നെ ഒരുപാട് ആൾക്കാർ ഈ സുലൈമാനിയാണ് എല്ലാവർക്കും താല്പര്യം. താണ്ടെ തറയിലൊഴിച്ചു, വന്നതും തറയിലൊഴിച്ചു കേട്ടോ, കൊടുത്തതാണ്. എന്നിട്ട് ഞാൻ വേഗം പോയി ആ സിറ്റൗട്ടിൽ പോയിരുന്നങ്ങ് ഇച്ചിരി സമാധാനത്തിലിരുന്നങ്ങ് ചായ കുടിച്ചു കേട്ടോ. കുറച്ച് നേരം എനിക്കല്ലെങ്കിൽ ഇങ്ങനെ ഇച്ചിരി സമാധാനം ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമാണ് സമാധാനം. അവിടെ എന്നുവെച്ചാൽ മക്കൾ സമാധാനക്കേടല്ല എന്നല്ല പറയുന്നത്, ബഹളവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെൻസിലിനും പേനയ്ക്കും കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെയാണ് അടി കൂടുന്നത്. അങ്ങനെ പോയി കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു. എന്നിട്ട് പെട്രോൾ അടിക്കാൻ മോനെ സ്കൂളിൽ കൊണ്ടാക്കണേ. അങ്ങനെ പെട്രോൾ അടിക്കാൻ പോയി. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ ക്യാമറ സെറ്റ് ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാതെ കറക്റ്റ് ചെയ്ത് വെച്ചതാണ്. മോനെ കൊണ്ട് വിട്ടതിന് ശേഷം നിറയെ അധികം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം പറയാൻ വന്നത്, പെട്രോളെന്ന് പറയുന്നത് ഒരു മാസം പെട്രോളിന് മാത്രമായിട്ട് എത്ര രൂപ ചിലവാക്കിയെന്നൊന്നും എപ്പോഴും ഞാൻ വിചാരിക്കുമെന്ന് എഴുതി വെക്കണമെന്ന് മറന്നു പോകും. നല്ല രീതിക്ക് പെട്രോൾ ചിലവാകുന്നു കേട്ടോ. കാര്യം ഇപ്പോൾ സ്കൂട്ടർ എടുത്തിട്ട് തന്നെ കുറച്ച് വർഷമായി, അപ്പോൾ എനിക്കൊന്ന് മൈലേജൊക്കെ കുറയുന്നു എന്ന് എനിക്കൊരു കാര്യം ആഴ്ച തോറും നല്ല രീതിക്ക് പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ പെട്രോൾ തീരും കേട്ടോ. പിന്നെ വഴിയിലെങ്ങാനും കിടക്കും. പിന്നെ അത്യാവശ്യം എനിക്ക് ഇതില്ലാതെ പറ്റത്തില്ല. എൻ്റെ വീട്ടിലെ ഏറ്റവും വിസിറ്റ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഈ വാഹനത്തിലൂടെയാണ്. അപ്പം പിന്നെ പെട്രോൾ അടിക്കാതിരിക്കാനും പറ്റത്തില്ല. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താൽ എന്താണെന്ന് ചില നിമിഷങ്ങളിൽ ആലോചിക്കാതിരുന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ച് ഞാൻ നോക്കിയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ബെറ്റർ. കാര്യം പെട്രോളിന് ഒന്നും വന്നായിരുന്നു. പിന്നെ വില കുറവുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ല വിലയുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം നിന്ന് കഴുകി എല്ലാമൊക്കെ ഒതുക്കി വെച്ചു. എന്നിട്ട് തുണി കഴുകാനുണ്ട്. പുറത്താണെങ്കിൽ നല്ല കാറ്റ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ടങ്ങ് ഭയങ്കര കാറ്റ്, ഇടയ്ക്കൊന്ന് മഴയും കൂടെ പെയ്തു കേട്ടോ. ഒരു വല്ലാത്ത കാലാവസ്ഥയിലാണ് ഇപ്പം 2-3 ദിവസം കൊണ്ട് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ തുണി കഴുകാൻ പോയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ചാറ്റൽ മഴ. അങ്ങനെ തിരിച്ച് കയറിയിട്ടാണ് ഞാൻ വന്നത് പാത്രം കഴുകുന്നത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അന്ന് ഞാനൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞില്ലേ, അത് വീണ്ടും ഒരു കുലുക്കം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ, തറയിൽ വന്ന് വീഴുമെന്ന്. എന്നിട്ട് ഞാൻ കൂട്ടി വെച്ചിരുന്നു കേട്ടോ. ഒന്ന് മഴ ചാറി പൊടിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചൊന്ന് കത്തിച്ചേക്കാമെന്ന്. അധികം ഒന്നും ആ ഭാഗത്തോട്ട് ഇതായിട്ടില്ല, അങ്ങ് കത്തിച്ചോളാം, അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഇതാവും. അങ്ങനെ ഒന്നും കൂടെയൊക്കെ അങ്ങ് വൃത്തിയാക്കി എടുത്തത്. ഇതെല്ലാം ഞാൻ അവിടെ വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇരുന്ന് പോച്ച പിച്ചി എന്തോരം പോച്ച ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എൻ്റെ മുമ്പുള്ള വീഡിയോകൾ കണ്ടാൽ അറിയാൻ പറ്റുമല്ലേ. അതെല്ലാം അങ്ങ് ഞാൻ അവിടെ ഇരുന്ന് എത്ര ദിവസത്തെ പാടായിരുന്നു. എൻ്റെ പെടലിയും എൻ്റെ കയ്യും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിരുന്ന് വൃത്തിയാക്കിയത് വഴിയൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് കുറച്ച് നാളൊരു മാർച്ച് മാസം വരെയൊക്കെ ഇങ്ങനെ അങ്ങ് പോകും. മാർച്ച് ഏപ്രിൽ. കാര്യം ഇപ്പം നല്ല വെയിലും ഒക്കെയാണ്, പുല്ലുകളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയും കിടന്നാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഈ മഴ സമയത്തൊക്കെ ഉണ്ടല്ലോ, പുല്ലൊക്കെ കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പാടാണ്, വല്ലതും കിടന്നാൽ കൂടി കാണാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നിന്ന് കാര്യമായിട്ട് കത്തിച്ച ആ പുക മൊത്തം എൻ്റെ മണ്ടയിലോട്ടും കയറിയിട്ടുണ്ട്. എങ്കിലും കത്തിക്കാം, വേറെ ഉള്ളതൊന്നുമില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഉള്ളത് ഞാൻ 2-3 എടുത്തങ്ങ് മാറ്റി. പിന്നെ കരിയില മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം അങ്ങ് വലിച്ചങ്ങ് എല്ലാം അങ്ങ് തൂത്ത് വാരി അങ്ങ് കത്തിച്ചു. എന്നിട്ട് തുണികളങ്ങ് എടുത്തുകൊണ്ട് വന്നങ്ങ് കഴുകിയിടാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. കുറച്ചേ ഉള്ളൂ, അധികം ഒരുപാടൊന്നുമില്ല. കുറച്ച് ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകി ഇട്ടതുകൊണ്ട് വലിയ തുണികളൊന്നുമില്ല, യൂണിഫോമൊക്കെ ഉള്ളൂ. അതുമല്ല ഇളയവനാണെങ്കിൽ ഇന്ന് ഇട്ടുകൊണ്ട് പോകുന്ന യൂണിഫോം നാളെ ഇടും. കാര്യം വൈകുന്നേരം വരില്ലല്ലോ, 10 മണി തൊട്ട് 12 മണി വരെ ഇരുന്നങ്ങ് പരീക്ഷയില്ലേ. താണ്ടേ ഞങ്ങളുടെ ആദ്യക്കുട്ടൻ, ഞാനവിടെ എപ്പോഴും ആ പുറകുവശത്തോട്ട് ഇറങ്ങിയാലും വിളിക്കും കേട്ടോ. അതേ സുഭാഷ് ഇതിനകത്ത് വീണതുപോലെ നിന്ന് വിളിക്കുകയാണ് എടുക്കാൻ. എന്തുവാണ് അവൻ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ആയുർവേദ കായാണ്. അത് അവിടുത്തെ ആവശ്യത്തിനായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കെന്നും പറഞ്ഞ് അവൻ തരികയാണ് കേട്ടോ. ഈ കായുടെ പേരറിയാമോ? എന്നിട്ട് ഇത് കയറി വരുന്നു. സുഭാഷല്ല, ഞാൻ തമാശയ്ക്കില്ല, മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. അവൻ്റെ പേര് ആദവ് എന്നാണ്. എപ്പോഴും ഷിനി ആൻറ്റി നടന്ന് വിളിക്കും.
അങ്ങനെ അവിടുത്തെ ആവശ്യത്തിന് എടുത്താണ് ഞാനിങ്ങനെ ആ വീഡിയോയിലെടുത്ത് കാണിക്കുക. ആ കളർ കണ്ടിട്ടങ്ങ് എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് പ്ലെയിൻ കിസ്സൊക്കെ തന്നിട്ടങ്ങ് പോയി. കൂടെ വിളിക്കും, കൂടെ വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങ് ഇതും പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അങ്ങ് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നും ഈ അവിടെ അടന്ന് വീഴും. അപ്പോൾ അവൻ എനിക്ക് എന്നും എടുത്ത് മതിലിലൂടെ എറിഞ്ഞു തരും. അപ്പോൾ അവൻ്റെ അമ്മൂമ്മ എടുത്ത് എപ്പോഴും എൻ്റെ കയ്യിൽ തരാനായിട്ട് ഇങ്ങനെ പോകും. അതാണ് അവൻ ആ കണ്ടതും അവ ഓടി എൻ്റെ അടുത്തോട്ട് വന്നത് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിഞ്ചുവിൻ്റെ അമ്മയങ്ങ് പോയി. അതിനുശേഷം തുണി കഴുകി വെച്ചതെടുത്ത് വിരിച്ചു. ഞാൻ എപ്പോഴും ഈ ഭാഗത്തോട്ട് വരുമ്പോൾ അവൻ അവിടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഷിനാൻറ്റി എന്ന്. സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾക്ക് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ഊഹിച്ചെടുക്കാം. അങ്ങനെ തുണിയൊക്കെ കഴുകി ഇട്ടു. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ ഉണ്ടല്ലോ മോനെ വിളിക്കാൻ സമയമാവും കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നത്. കാര്യം ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഈ ജോലികൾ ചെയ്തിട്ട് വീണ്ടും 12 മണിയാകുമ്പോഴത്തേക്കും വീണ്ടും പോകണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവന് ഫുഡും ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് പോവാം എന്ന് കരുതി. എന്നിട്ട് മോനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയപ്പോഴും ഉണ്ട് വണ്ടിക്ക് നല്ല കുലുക്കം. ഇങ്ങോട്ട് 2-3 ദിവസം തൊട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് കാറ്റടിക്കുന്നത്. ഫ്രണ്ടിലത്തെ ടയറിൽ ഒട്ടും കാറ്റില്ലെന്ന് വെച്ചാൽ ഒട്ടും കാറ്റില്ല കേട്ടോ. അയാൾ അന്നും എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഓട്ടിച്ചെന്ന്. അങ്ങനെ ബാക്കിലത്തെ ടയർ കുഴപ്പമില്ല, കാറ്റുണ്ട്. പക്ഷേ ഫ്രണ്ടിലത്തെ ടയറിന് നല്ല കുലുക്കം ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വെട്ടിയാണൊക്കെ പോകുന്നത്. എന്തായാലും കറക്റ്റ് സമയത്ത് എനിക്ക് എന്തോ തോന്നി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് പഞ്ചറായി പോയേനെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ 2-3 ഡ്രസ്സ് കുറച്ച് ദിവസമായി ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഇന്ന് 2-1 കൽപ്പിച്ചാൽ പോയത് കേട്ടോ. തച്ചില്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. പാവം തച്ചിട്ട് 2-3 ദിവസമായെന്ന്. ചേച്ചി എന്താ ഇങ്ങോട്ട് കാണാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളല്ലല്ലേ മറുവശത്ത് നടക്കുന്നത്. ഞാൻ 2 വഴക്ക് കൊടുത്തിട്ട് എടുത്തുകൊണ്ട് വരാമെന്നാണ് വെച്ചത്. പക്ഷേ അങ്ങനെയല്ല, 2-3 ദിവസത്തിന് മുമ്പേ അത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് തൈരും കൂടെ വാങ്ങിച്ചു, ഒരു മോരും കൂടെ കാച്ചാമെന്ന് വിചാരിച്ചു. കാര്യം അമരയ്ക്കല്ലോ ബീൻസ് മെഴുക്ക് പുരട്ടി, അയലക്കറി, പിന്നെ ഒരു മോര്. പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് പോയി കാന്താരി പിച്ചാൽ തുണി കഴുകിക്കൊണ്ട് നിന്ന സമയത്തുണ്ടല്ലോ കാന്താരി നോക്കിയപ്പോൾ കുറേ പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കാന്താരി അങ്ങ് വെച്ചി. എന്നിട്ട് ആദ്യം പുളിശ്ശേരി എങ്ങനെയാണ് വെക്കുന്നത്? എല്ലാവരും എന്തുകൊണ്ട് തൈരും കൂടെ ചേർത്തിട്ടാണോ വരയ്ക്കുന്നത്? ഞാൻ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പം അങ്ങനൊന്നും അല്ല. എന്തെങ്കിലും അത്യാവശ്യം ജോലി തിരക്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ വേഗം തട്ടിക്കൂട്ടിയുള്ളൊരു പുളിശ്ശേരി ആണെങ്കിൽ ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. ഞാൻ അങ്ങനല്ല ചെയ്യുന്നത്. ആദ്യം തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ കാന്താരി, മണമുള്ള മുളകാണെങ്കിൽ അതിടും കേട്ടോ. കാന്താരി എല്ലാം ചേർത്ത്, വെളുത്തുള്ളി ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ടു കേട്ടോ. വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല രീതിക്ക് മഷി പോലെ ആ തേങ്ങ അരയ്ക്കും. എന്നതിന് ശേഷം അതെടുത്ത് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ആ കട്ടത്തൈര് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചാൽ മതി. എങ്കിലും ഞാൻ അങ്ങനെയല്ല, ഞാൻ ആ മിക്സിയിലോട്ട് ആ തൈരെടുത്ത് ഒഴിച്ചിട്ട് ഒരു കറക്കം കറക്കും കേട്ടോ മിക്സിയിൽ. അപ്പം നല്ലോണം അതങ്ങനെ ആ കട്ടകളൊക്കെ ഇങ്ങ് പോയി കിട്ടും. അതുപോലെ വീട്ടിൽ ഉറച്ച തൈരാണ് കേട്ടോ. ഞാൻ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോയാണ് വാങ്ങിച്ചത്. നല്ല തൈര്. അത് മാത്രമല്ല പുളിശ്ശേരിക്ക് നല്ലതാണ്, കാര്യം നല്ല പുളിയുണ്ട്. അങ്ങനെ പുളിശ്ശേരി റെഡിയായി. എൻ്റെ 2 മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ പുളിശ്ശേരി മക്കൾ ഒഴിച്ച് കഴിക്കും. ഞാൻ കുറച്ചങ്ങ് മാറ്റി വെച്ച് കേട്ടോ. പാല് ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ഒഴിച്ച് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കട്ടിയായിട്ട് എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഒരു കവർ പാല് വാങ്ങിച്ചാലും മതി. അങ്ങനെ ഒരൊറ്റ കറക്കം. എന്നിട്ട് പുളിശ്ശേരി എല്ലാം റെഡിയായി. കുറച്ച് വെള്ളം കൂടെ ചേർത്തങ്ങ് ഒഴിച്ച് എടുത്ത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉലുവാപ്പൊടി ഇടും. നിങ്ങൾ ഇടാറുണ്ടോ ഉലുവാപ്പൊടി? ഞാനിടും കേട്ടോ ഉലുവാപ്പൊടി പുളിശ്ശേരിക്ക് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ കരിവേപ്പില മോൻ രാവിലെ കൊണ്ടുവന്നത്. ഈ പുളിശ്ശേരിക്കൊക്കെ ഇടുമ്പോൾ ഈ കരിവേപ്പിലേക്കും കൈവച്ച് പിച്ചി അങ്ങ് ഇടണം. കാര്യം ആ ഇലയായിട്ടിടാതെ അതിൻ്റെ ഒരു മണവും കൂടെ അതിനകത്തോട്ട് ഇറങ്ങട്ടെ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്തിനാ വന്നിരുന്ന് പറയുന്നതല്ലേ? ഞാൻ പറയും, എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ പറയും കേട്ടോ. അങ്ങനെ പുളിശ്ശേരി റെഡിയായി. നല്ല രീതിക്ക് അങ്ങോട്ട് ഇളക്കി. അതിനിടയ്ക്ക് ഒരു പാത്രം എടുപ്പത്ത് വെച്ച് വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഈ കടുക് താളിക്കുന്നത്. അതൊന്നും കാണുന്നില്ല, എവിടാന്നുകൂടി കാണുന്നില്ല. എന്നാലോട്ട് ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്. എനിക്ക് കിടന്ന് തപ്പാനും വയ്യ. പിന്നെ കടുകൊക്കെ താളിച്ചു, അതിനകത്തോട്ട് എടുത്ത് ഒഴിച്ചു. നല്ല കുറുകിയ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മോനെ ഞാൻ വിളിക്കുകയാണ്, മോനെ വന്ന് ചോറ് കഴിക്കുന്നെങ്കിൽ കഴിക്ക്. നല്ല ചൂട് പുളിശ്ശേരിയുണ്ട്. ഇത് ഒരുപാട് തിളപ്പിക്കത്തില്ലല്ലോ, ഒന്ന് ചൂടാകുമ്പം തന്നെ ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഈ കടുക് താളിച്ചതും കൂടെ ആകുമ്പം ഒരു നല്ലൊരു ചൂടുണ്ട്. കടുക് നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പേടിയാണ് കേട്ടോ ഇത് ഇങ്ങനെ തെറിച്ച് വീഴുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം ഒരുപാട് പ്രാവശ്യം എൻ്റെ മുഖത്തൊക്കെ വീണിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അത് കാര്യമായിട്ട് പാടൊന്നും വന്നിട്ടില്ല.
അങ്ങനെ എന്തുവാണ് എല്ലാമൊക്കെ റെഡിയായി, ഉച്ചത്തേക്കുള്ളതെല്ലാം റെഡിയായി. അതേ നോക്കി നല്ല കുറുകിയിരിക്കുന്നില്ലേ പുളിശ്ശേരി. ഇങ്ങനെ ഇരിക്കുന്നതാണോ ഇഷ്ടം, വെള്ളം പോലെ ഇരിക്കുന്നതാണോ? എനിക്ക് എങ്ങനെയാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് മോനെ വിളിച്ചു. മീൻകറി, ബീൻസ് എല്ലാം ചേർത്ത് പുളിശ്ശേരി കാര്യമായിട്ട് ഒഴിച്ച് മോന് കൊടുത്തു കേട്ടോ. അവൻ അതും കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി കേട്ടോ. എന്നിട്ട് എൻ്റെ ഗൗതം എപ്പോഴും പറയും, എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാത്ത എന്താ, വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാത്ത എന്താ. 5-6 ഉരുളക്കിഴങ്ങ് കിടന്നു, അതെടുത്ത് അന്ന് ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ ഇന്നലെ. അതെടുത്ത് കുക്കറിലങ്ങ് ഇട്ടു, 3-4-5 വിസിലങ്ങ് അടുപ്പിച്ചു കേട്ടോ. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക് ആ ഇടിക്കുന്ന പാത്രത്തിലോട്ടിട്ടങ്ങ് തകർത്തങ്ങ് ഇടിച്ചു. അതിനുശേഷം എന്താണ്, അത് 2 സവാള, പിന്നെ ഒരു മുട്ടനും ഒരു തക്കാളി അതും കൂടെ എടുത്ത് കുഞ്ഞു അങ്ങ് അരിഞ്ഞു കേട്ടോ. എന്തിനാന്ന് വല്ല ഊഹം ഉണ്ടോ? അതിന് വഴിയെ കാണാൻ കേട്ടോ. അങ്ങനെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, പെരിഞ്ജീരകം ഇട്ടു. പെരിഞ്ജീരകമാണ്, അല്ലാതെ കടുകല്ല. പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടെ ചതച്ചത് ഇട്ട് നല്ല ഇളക്കി. എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. എന്നതിന് ശേഷം അധികം ഇത് മസാലകളെല്ലാം വേവുന്ന രീതിയിൽ തന്നെ ഞാൻ എന്തുവാണ് ഇട്ടത്, ഉപ്പിട്ടു. ഉപ്പിട്ട് നല്ലോണം അങ്ങ് ഇളക്കി. അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇതിനകത്ത് ഉള്ളിയുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ ഈ കാണിക്കാത്ത 2 ഐറ്റംസ് ഉണ്ട് കേട്ടോ, ബീൻസും ക്യാരറ്റും. ഇപ്പോഴും മനസ്സിലായോ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്? ഇനി ഒരു ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എത്തും കേട്ടോ. അത് അങ്ങനെ ഇട്ട് നല്ലോണമൊക്കെ ഇങ്ങ് വഴട്ടി അങ്ങ് എടുത്തു. എന്നിട്ട് കുക്കർ തുറന്നു. ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിനെ പീസാക്കി ഇട്ടിട്ട് വേവിക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്താലുണ്ടല്ലോ ആ ചൂടോടെ തന്നെ നമുക്ക് അതിൻ്റെ തൊലി ഉരിച്ച് എടുക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ തൊലി ഉരിച്ചിട്ടിട്ട് വേവിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഉരുളക്കിഴങ്ങ് നല്ലോണം എടുത്ത് കഴുകി അങ്ങ് കുക്കറിലിട്ടു. ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ. അതെ ഈ ഒരു പരുവത്തിന് കിട്ടി. എല്ലാം നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ അങ്ങ് തൊലി ഉരിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഇളം ചൂടോടുകൂടി തന്നെ ഞാനൊരു തൊലിയെല്ലാം അങ്ങ് കളഞ്ഞിട്ട് ഇല്ല ഒരു സാധനം ഉണ്ടല്ലോ ഇട്ട് കുഴയ്ക്കുന്ന ഒരു തടിയുടെ സാധനം, അതിൻ്റെ പേരെന്തോന്ന് എൻ്റെ വായി വരുന്നില്ല. ഞാൻ അത് ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട്. അങ്ങനെ അതിട്ട് നല്ല രീതിക്ക് അങ്ങ് ഉടച്ചങ്ങ് എടുത്ത് കേട്ടോ. ഈ ചീനി ഉടയ്ക്കുമ്പോഴും ഇതെടുക്കണം, ഇനി മറന്നു പോകുന്നതാണ് കേട്ടോ. അതിനി അതെടുത്തോ ചെയ്യണം. ഇതിപ്പോൾ എടുത്തപ്പോഴാണ് ഓർമ്മ. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ മിക്സിനകത്തോട്ടങ്ങ് തട്ടി. നമ്മൾ ആ സവാളയും തക്കാളിയൊക്കെ ബീൻസും ഒക്കെ അരിഞ്ഞ് വെച്ച് അത് തട്ടിയിട്ടില്ലേ, അതിനകത്തോട്ടങ്ങ് തട്ടി കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് ഇതെല്ലാ കൂട്ടുകളും കൂടെ യോജിപ്പിച്ചു നല്ല രീതിക്ക്. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയുടെയൊക്കെ ആയതുകൊണ്ട് ആവശ്യത്തിന് എരിവുമുണ്ട്. പിന്നെ ഞാനിതിനകത്ത് മസാലകളൊക്കെ ഇട്ടു. പിന്നെ പച്ചമുളകൊന്നും ഇട്ടില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർക്കാനുണ്ട് ഇതിനകത്ത്. കൂടെ ഇങ്ങനെ വിചാരിക്കും ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ചിലപ്പോൾ അങ്ങ് മൊത്തത്തിൽ മടിയാണ് കേട്ടോ. അതേ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഗരം മസാല ഇട്ടു, പിന്നെ മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. കാര്യം ഞാൻ ഇഞ്ചി ഒരുപാട് ചേർത്തായിരുന്നു, അപ്പോൾ അതിൻ്റെ തന്നെ നല്ല എരിവുണ്ട്. പിന്നെ ഇഞ്ചി മാത്രമല്ല കുരുമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാമൊക്കെ ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് ഇളക്കി കേട്ടോ. അത് ഇപ്പോഴാണ് കേട്ടോ മുളക് പൊടി ഇടുന്നത്. ഞാൻ വിചാരിച്ചു മുമ്പ് ചെയ്തതിനകത്തായിരിക്കും ഒന്ന് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ കാറ്റുകൊണ്ട് ഗേറ്റ് ഇങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു മോൻ വന്നതായിരിക്കും ഒന്ന് സ്കൂളിൽ നിന്ന്, അതാണ് അങ്ങോട്ട് നോക്കിയത്. എന്നിട്ട് ഞാൻ പോയി ചെന്ന് ഗേറ്റ് നല്ല രീതിക്ക് അങ്ങ് അടച്ചു, താഴെയും കൂടെ അങ്ങ് കുറ്റിയിട്ടു. കാര്യം അല്ലെങ്കിൽ അത് പട്ടേ അടിയാണ്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി എടുത്തു. എന്നതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മല്ലിയില വാടിപ്പോയെന്ന്, അത് ഫ്രിഡ്ജിൽ വെച്ചാലും അത് അങ്ങനെ തന്നെ ഇരിക്കും. വാടി മല്ലിയില നല്ല എന്ത് സാധനമാണെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കും, മാറ്റമൊന്നും വരത്തില്ല. ഏതായാലും മല്ലിയില കിട്ടിയല്ലോ, നല്ല കുഞ്ഞാ അരിഞ്ഞങ്ങ് ഇട്ട് കേട്ടോ ആ മിക്സിനകത്ത്. എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് ഇളക്കി. എന്നിട്ട് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. കാര്യം ഇനി തീ വേണ്ടല്ലോ. ഇതേ സെയിം കൂട്ടാണ് കേട്ടോ ആലു പറാട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അത് നിന്ന് ഉണ്ടാക്കണം. നമ്മൾ എണ്ണോട്ടൊക്കെ അവിടെ പോയിരിക്കുന്ന സമയത്ത് അവരൊക്കെ പ്രധാന ഭക്ഷണമാണ് കേട്ടോ ആലു പറാട്ടയും കട്ടത്തൈരും. എന്ത് എളുപ്പമാണല്ലേ. ചപ്പാത്തിയിൽ തന്നെ എല്ലാ മസാലകളും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. എന്നിട്ടൊരു തൊട്ട് തിന്നാനൊരു കറിയായിട്ട് അവരുപയോഗിക്കുന്ന കട്ടത്തൈരാണ്. കട്ടത്തൈര് എന്ന് വെച്ചാൽ പുളിപ്പില്ലാത്ത തൈര്. ഉപ്പൊക്കെ നോക്കി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി മൈദാമാവ് എടുത്തു, ഒരു പാത്രത്തിൽ അങ്ങോട്ട് തട്ടി കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് കലക്കി. ഇപ്പോഴും മനസ്സിലാകും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ശരിയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുണ്ടാക്കുന്നതായിട്ട്, അതിന് മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറച്ച് ദിവസമായി കേട്ടോ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ കലക്കാണ്. പാത്രം എടുത്തപ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കണമായിരുന്നു, മൊത്തം താഴെ പോയി. അങ്ങനെ നിന്ന് നല്ല രീതിയായിട്ട് ആ കട്ടകളൊക്കെ ഇല്ലാണ്ടങ്ങ് മൊത്തത്തിലങ്ങ്
നല്ല കുഴമ്പ് രൂപത്തിലങ്ങ് എടുത്തു കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിലെടുത്തു. എന്നതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോവാം. ഫ്രിഡ്ജ് തുറന്നു. അവിടെ ഇരിക്കുന്ന സാധനം കണ്ടോ, സമൂസ ഷീറ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും വേറെ എന്തോ സംഭവമാണോ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ദിവസമായി വാങ്ങിച്ചു വച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇത് ഞാൻ മേത്തർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഇനി കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിനകം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ഇനി അത് പൊടിഞ്ഞു പോവോ ആ പേപ്പർ പോലത്തെ ആ ഷീറ്റെന്ന് എനിക്ക് അറിയാൻ വയ്യ. എങ്കിലും തുറന്നൊക്കെ വലിച്ചൊക്കെ എടുത്തു. അത് ഇച്ചിരി മണ്ടത്തരമാണ് കാണിച്ചത്. ഇതുണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് വെക്കണമായിരുന്നു. ഒരു അരമണിക്കൂറിന് മുമ്പ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് ഇളവി വരുമായിരുന്നു. അപ്പോൾ ഇനി ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് പറയുകയല്ല, പക്ഷേ ഇതൊരു അരമണിക്കൂറിന് മുമ്പ് എടുത്ത് വെച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഇത് റെഡി ആയിട്ട് വന്നേനെ കേട്ടോ. എന്നാലും ഇതിന് കൈയൊക്കെ അകത്തോട്ട് വെച്ചതിന് ശേഷം ഞാൻ വലിച്ചങ്ങ് എടുത്തു. അപ്പോഴത്തേക്കും ഇത്രയും റെഡിയായിട്ട് വന്നു. റെഡിയായിട്ടല്ല, അവർ റെഡിയായിട്ട് വെച്ചേക്കാണ്. അങ്ങനെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് എനിക്കറിയത്തില്ല കേട്ടോ. അന്ന് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇത് മടക്കിയത്. എന്നിട്ട് ഞാൻ എല്ലാം ഓരോന്നായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു പാത്രത്തിലെടുത്ത് ഓരോന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആ ഷീറ്റ് എടുത്തങ്ങ് വെച്ചു കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ഈ നിമിഷം വരെയും എനിക്ക് ആ മടക്കുന്നത് എനിക്ക് കാണാതെ അറിയത്തില്ല. ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഇന്ന് യൂട്യൂബിൽ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന്. എന്നിട്ട് ഉണ്ടാക്കി. പക്ഷേ ചിലതൊക്കെ ഇങ്ങ് കറക്റ്റായിട്ട് വന്നു, ചിലതൊക്കെ അങ്ങോട്ട് എനിക്കറിയത്തില്ല. അതങ്ങോട്ട് ആ കുഴി പോലെ ആ മസാല അങ്ങോട്ട് ഇടുന്ന ഭാഗം അങ്ങ് പൊട്ടിപ്പോന്നു. ഇനി ആ ഷീറ്റിൻ്റെ ആയിരിക്കും കാര്യം. എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്തോ പറയാനാ. ഞാൻ മുമ്പ് ഒരു ദിവസം ചെയ്തതിന് ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കൂടെ മറന്നു പോകും. പിന്നെ ഇടയ്ക്ക് വെച്ച് ആ വീഡിയോ എടുക്കും കൂടെ അല്ലേ, എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വീണ്ടും അതിനകത്ത് നോക്കണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആണെങ്കിലും മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ, ഏതെങ്കിലും രീതിയിലൊന്നും ഷേപ്പിലൊന്നും ഉണ്ടാക്കണം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് റെഡിയാക്കി എടുത്തു. ആ വീഡിയോ എനിക്ക് കാണിക്കാനായിട്ട് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. ഇനി അടുത്തത് ഈ ഇടയ്ക്കൊന്നും ഞാൻ ഈ ഷീറ്റ് വാങ്ങിക്കത്തില്ല കേട്ടോ. കാര്യം ഇനി പപ്സിൻ്റെ ഷീറ്റ് വാങ്ങിക്കണം. പപ്സ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് എന്നാലും ശരിയായിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിന് ഞാൻ എങ്ങനെയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെന്തായാലും ഉണ്ടാക്കാതിരിക്കത്തില്ലല്ലോ. അതേ നോക്കി, ഒരുവിധമൊന്നല്ല, നല്ല രീതിക്ക് സമൂസയുടേതായിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, നല്ല ആ ഷേപ്പ് തന്നെ കിട്ടി. പക്ഷേ എനിക്കങ്ങോട്ട് എന്താണ് പറയുന്നത്, ഇപ്പോൾ ഇനി അടുത്ത് നാളെ ചെയ്യണമെങ്കിൽ വീണ്ടും നോക്കണം. അതങ്ങോട്ട് നമ്മളിപ്പോൾ ഈ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി അതേ കണക്കൊക്കെ അതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ രീതി കണക്ക് എനിക്ക് അങ്ങോട്ട് മറന്നു പോന്നു. അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് വേറൊരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ 2 ഷീറ്റ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് രൂപത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് മസാല വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പപ്സ് ചെയ്യത്തില്ലേ, അതേപോലെ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ലെയർ രൂപത്തിലങ്ങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നു. അത് ഞാൻ കഴിച്ചു. അത് മാത്രമല്ല നല്ല ഇതളായിട്ടങ്ങ് ഇളവി വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കി, ഈ പരുവത്തിന് ഇരിക്കുന്നെങ്കിലും ഇത് ലെയറാവും. 2 രീതിയിലങ്ങ് ചെയ്തു. അത്ര വെള്ളത്തിലല്ലോ. അങ്ങനെ പാൻ എടുപ്പത്ത് വെച്ചു. പിന്നെ അവിടെ വൃത്തിയാക്കിയ കാര്യം എന്ന് വെച്ചാൽ മൊത്തം ആ മൈദാമാവ് കലക്കിയത് എന്തിനാണെന്നറിയാമല്ലോ. ഇതിനകത്ത് നമ്മുടെ മടക്കി ഒട്ടിക്കാനായിട്ടാണ് ഈ മൈദാമാവ് ചേർക്കുന്നത്, ഒരു പശ പോലെ. അങ്ങനെ പാൻ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ ഒരുപാട് ആയ പ്രശ്നമാവോ. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തീരാറുമായി. എന്നതിന് ശേഷം ചൂടായതിന് ശേഷം ഓരോന്നെടുത്തങ്ങ് ഇട്ടു കേട്ടോ. അതിനിടയ്ക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, എനിക്കൊരു കോൾ വന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തീ കുറയ്ക്കാൻ മറന്നുപോയത്. എന്തായാലും കാര്യമായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഓരോന്ന് പറക്കിയിട്ടപ്പോഴത്തേക്കും മോൻ വന്നപ്പോഴത്തേക്കും ഞാൻ ചായയും കൂടെ എന്നാൽ പിന്നെ അപ്പുറത്ത് വെക്കാൻ മോനത് വേഗം അങ്ങ് കഴിക്കുമല്ലോ, അവൻ വിശന്നിരിക്കുമായിരിക്കുമല്ലോ. അങ്ങനെ മറിച്ചങ്ങോട്ട് ഇട്ടപ്പോൾ ഉണ്ടല്ലോ അങ്ങ് പൊട്ടി അങ്ങ് പോയി കേട്ടോ. കാര്യം ആ മസാല പൊട്ടിപ്പോയതാണ്, അതിൻ്റേതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഇത് പൊട്ടിത്തെറിക്കുന്നത്. കാര്യം മുഖത്ത് വീണിട്ടുണ്ട്, പാട് വരാത്തതാണ്. നേരത്തെ തൊട്ട് മുമ്പ് കിട്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാം റെഡിയാക്കി അങ്ങ് കോരി അങ്ങ് എടുത്തു. എന്നിട്ട് മറ്റേതാ ചതുര ആ പപ്സ് പോലെ ആക്കി വെച്ചിട്ടില്ലേ, അതും കൂടെ ഞാനങ്ങ് എടുത്തങ്ങ് ഇട്ടു കേട്ടോ. തീ നല്ല രീതിക്ക് ഓഫ് ചെയ്തു. അങ്ങനെ പപ്സ് രൂപത്തിലുള്ളൊരു സമൂസയും അല്ലാത്ത സമൂസയും അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ. നമുക്കും എല്ലാം ഉണ്ടാക്കണ്ടേ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ സമൂസ. ചിക്കൻ, ഇത് വെജിറ്റബിൾ സമൂസയാണ്. ഇതിനകത്ത് ചിക്കനും കൂടെ ചേർക്കാം. ചിക്കൻ ഇച്ചിരി വേവിച്ചെടുത്തിട്ട് ഈ മിക്സിനകത്ത് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടാലും മതി കേട്ടോ. കണ്ടോ എൻ്റെ ഈ സമൂസയാണോ കൊള്ളത്തില്ലെന്ന് പറയുന്നത്. കറക്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. പൊള്ളുന്നതുകൊണ്ടാണ് കേട്ടോ, ചൂടുള്ളത് കൊണ്ടാണ് ഞാനതങ്ങനെ കൈ വെച്ചത് കേട്ടോ. എന്നിട്ട് മറ്റേതും കൂടെ എടുത്തിട്ട് മോന് ചായയും ഒഴിച്ച് അവിടെ കൊണ്ടുവച്ചു കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയപ്പം കൊള്ളാം.
അപ്പോൾ വീണ്ടും ഒരെണ്ണം എടുത്തു. വേണ്ടാന്ന് വെച്ചുകൊണ്ടിരുന്നതാണ്. ഒരെണ്ണം കഴിച്ചപ്പോൾ കൊള്ളാം, വീണ്ടും ഒരെണ്ണം എടുത്തു, പിന്നെയും വീണ്ടും ഒരെണ്ണം എടുത്തു, 3 എണ്ണം കഴിച്ചു. എന്താവുമെന്ന് അറിയത്തില്ല. എന്താ വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഡയറ്റിങ്ങിലാണ്. നടക്കുമെന്ന് അറിയത്തില്ല. നോക്കി ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്ത് വെച്ചാണ് 2 സമൂസ. മറ്റേ നോക്കി പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്സ് പോലെ ആയിട്ടില്ലേ ഇത്. നല്ല ഒരു നമ്മൾ ഇതിനകത്ത് ഇച്ചിരി മധുരം ചേർത്തുള്ള രീതി വെച്ചാൽ സ്വീറ്റ് പപ്സ് ആവും. നല്ല കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇതളായിട്ട് എടുക്കാം കേട്ടോ. മക്കൾ കഴിച്ചു, മക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടമ്മ എന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഉണ്ടാക്കി തന്നെ ഞാൻ ഇനി ഈ ഇടയ്ക്കൊന്നും ഞാൻ സമൂസ ഷീറ്റ് വാങ്ങിക്കത്തില്ല. കുറച്ച് ഷീറ്റ് ബാക്കിയുണ്ട്, അതിനി എടുത്ത് തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും കേങ്ങ് ഉണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം തൂക്കലൊന്നും നടക്കത്തില്ല വൈകിട്ട് മുറ്റം. ഇപ്പം തന്നെ ഒരു 6-10 ആയിട്ടുണ്ട് കേട്ടോ. അത് കറുത്തൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പോസ്റ്റ് ലൈറ്റിട്ട് ചെടിക്ക് വേണമെങ്കിൽ വെള്ളം നനച്ചേക്കാം. കാര്യം എന്താണ്, മുറ്റമൊന്നും തൂക്കാൻ പറ്റത്തില്ല. അപൂർവമായിട്ടാണ് ഞാൻ മുറ്റം തൂക്കാതേക്ക് ഇരിക്കുന്നത് കേട്ടോ. അപ്പം പൈപ്പിലോട്ട് പൈപ്പിൻ്റെ ഭാഗത്തോട്ട് പോയതാണ്. പൈപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാവത്തില്ലേ, അതുകൊണ്ട് പൈപ്പിൻ്റെ അടുത്തോട്ട് പോയതാണ്. എന്തോ ഭാഗ്യം പൈപ്പിൽ വെള്ളമുണ്ട്. എന്തായാലും അവിടെ നിന്നൊക്കെ ഒഴിച്ചു. അങ്ങനെ ഇളയവൻ ട്യൂഷന് പോയിരിക്കുകയാണ്. ട്യൂഷൻ കഴിഞ്ഞ് വരണം. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ മോൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്ന് കേട്ടോ. അപ്പോഴാണ് ഓർത്തത് രാവിലെ കഴുകിയിട്ട തുണിയെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് നല്ല ഇങ്ങ് മങ്ങി, അങ്ങ് ഇരുട്ടായി. അങ്ങനെ തുണികളെല്ലാം അങ്ങ് പറക്കി എടുത്തു കേട്ടോ. ഇനി അതവിടെ കിടന്നിട്ട് പിന്നെ മറന്നു പോവും. പിന്നെ ഇനി രാത്രി അഥവാ തേക്കണമെങ്കിൽ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് വരണം. എനിക്കിനിയിപ്പോൾ ഇവിടെ വൃത്തിയാക്കി ഇട്ടിരുന്നാലും രാത്രി ഇറങ്ങാൻ പേടിയാണ് മുറ്റത്തോട്ടൊക്കെ. എന്നതിന് ശേഷം എന്തുവാ പഠിപ്പിക്കാനിരുത്തി. കിടന്നും ഇരുന്നും നടന്നും ഒക്കെ പഠിക്കുകയാണിരുന്ന്. അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ